അവസാനം വരെ നമ്മളൊരു വേറൊരു മൂഡിലാണ് പടം പോകുന്നത്. ആ MD സിനിമയുടെ ഒരു മൂഡാണ് എനിക്ക് കിട്ടിയത്. എല്ലാ പെർഫോമൻസൊക്കെ പിന്നെ ജോജുവൊക്കെ കലക്കിയിട്ടുണ്ട്. ജോജു, സുരാജ്, നമ്മുടെ അലൻസീർ എല്ലാവരും ഒരു മോശം പറയാനില്ല. ശരിക്കും നമ്മുടെ വീട്ടിലോ അല്ലെ തൊട്ടടുത്ത വീട്ടിലൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടാണ് തോന്നുന്നത്. ഈ സിനിമ ഞാൻ കുറേ നാളെ വന്ന തിയേറ്ററിൽ വന്നു. ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്താൻ പറ്റി. ഇതല്ലേ ജോജുവിൻ്റെ കഥാപാത്രത്തിനാണ് യഥാർത്ഥ വീട്ടിൽ ഞാനും. ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസ്ഡാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. 3 പേരും മത്സരിച്ച് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണ്. ജോർജ് ജോർജ്, അലൻസീർ, സുരാജ്. അസാധ്യ സിനിമ എന്ന് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫീൽ ഗുഡ് മൂവിയാണ്. നായകന് സൂര്യചേട്ടൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അല്പം ചിരിച്ച് അല്പം നൊമ്പരപ്പെട്ട് നല്ല ഹാപ്പി ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഫാമിലി മൂവിയാണ്. ഹലോ ഗൈസ്, യൂട്യൂബ് പുതിയ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഏറ്റവും മികച്ച സിനിമ കിഷ്കിന്താടത്തിന് ശേഷം ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ജോബി ചോർത്തടത്തിൽ നിർമ്മിക്കുന്ന നാരായണീൻ്റെ 3 ആൺമക്കൾ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ശരൺ വേണുഗോപാൽ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസീർ ലോപ്പസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നുണ്ട്. അപ്പോൾ നാരായണീൻ്റെ 3 ആൺമക്കളുടെ റിവ്യൂലേക്ക് പോകാം. നിങ്ങൾ ഈ പടം കണ്ടാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നാരായണീൻ്റെ 3 ആൺമക്കളുടെ റിവ്യൂയിലോട്ട് പോകാം. നാരായണിയുടെ 3 ആൺമക്കൾ നല്ല മൂവിയാണ്. നമുക്കൊരു പീസ് ഓഫ് മൈൻഡിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ്. ഈ പറയുന്ന ഒരു പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ പലരും വീടുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ അതെ എല്ലാ വീടുകളിലും ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലും ചെറിയ വഴക്ക് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ എല്ലാവരും വീടുകളിലൊക്കെ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ രസകരമായിട്ട് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. ചെറിയ പടമാണ്, പക്ഷേ നല്ല പടം, നല്ല രസമുണ്ട്. നമുക്ക് ഏറ്റവും ഈ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഇരുന്നിങ്ങനെ കാണാം. ഈ പറഞ്ഞ പോലെ കുറേ രസകരമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ഇമോഷണലി ഒരുപാട് കണക്റ്റായി. കാരണം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ അച്ഛമ്മയൊക്കെ സുഖമില്ലാണ്ടൊക്കെ കിടന്നിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മൊമെൻറ്റ്സൊക്കെ നമുക്കും കണക്റ്റ് ആവുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. രസമുണ്ട് പടം. പിന്നെ ഈ പറഞ്ഞ പോലെ ചില മൊമെൻറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. അതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഉള്ള നല്ല പടമാണ് ഈ സിനിമ ഞാൻ കുറേ നാളെ വന്ന തിയേറ്ററിൽ വന്നു. ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്താൻ പറ്റി. ഇതല്ലേ ജോജുവിൻ്റെ കഥാപാത്രത്തിനാണ് യഥാർത്ഥ വീട്ടിൽ ഞാനും. എൻ്റെ അമ്മയെ നോക്കുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. യഥാർത്ഥ ജോജു എൻ്റെ ഫാമിലി കഥയെന്ന് പറയാം. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ശരിക്കും ഇല്ല ജോർജാണ്. അതായത് കല്യാണം കഴിച്ചിട്ടില്ല, സ്വന്തം അമ്മയെ നോക്കുന്നു. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ബാക്കി 2 സഹോദരങ്ങൾ എൻ്റെ 2 സിസ്റ്റേഴ്സ് പോലെയാണ്. ശരിക്കും എൻ്റെ ലൈഫായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്താൻ പറ്റി. ചില കാര്യം അക്സെപ്റ്റബിളല്ല. കസിൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും അക്സെപ്റ്റബിളല്ല. അല്ലെങ്കിൽ നല്ലൊരു ഫിലിമാണ്. ഒരുപാട് നാൾ ശേഷം ഗ്രാമീണ ഫാമിലി പടം കാണാൻ പറ്റി. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മളിവിടെ അവസാനം വരെ നമ്മളൊരു വേറൊരു മൂഡിലാണ് പടം പോകുന്നത്. ആ MD സിനിമയുടെ ഒരു മൂഡാണ് എനിക്ക് കിട്ടിയത്. എല്ലാ പെർഫോമൻസൊക്കെ പിന്നെ ജോജുവൊക്കെ കലക്കിയിട്ടുണ്ട്. ജോജു, സുരാജ്, നമ്മുടെ അലൻസീർ എല്ലാവരും ഒരു മോശം പറയാനില്ല. ശരിക്കും നമ്മുടെ വീട്ടിലോ അല്ലെ തൊട്ടടുത്ത വീട്ടിലൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടാണ് തോന്നുന്നത്. ഇടുപ്പം പടം കേട്ടോ, ഭയങ്കര ഫീൽ ഗുഡ് മൂവി. നമ്മുടെ ആൾക്കൂട്ടത്തിൽ തന്നെയാണ് ഒരു ഫീലിങ്സ്. ആ ഒരു പഴയ ഒരു പടം കണ്ട് നമ്മൾക്ക് അതൊരു നല്ലൊരു പടം കേട്ടോ. ഇമോഷണലി കേട്ടോ, അടിപൊളി പടം. ഇടുപ്പം ഫാമിലി ഡ്രാമ മൂവിയാണ്. അതറിയാലോ, പഴയ നമ്മുടെ MD സിനിമകളൊക്കെ കാണുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത്. കലക്കം പടം. അവരുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരു ആളും മോശമായിട്ട് പറയാനില്ല. കലക്കം പടം, ഇമോഷണൽ നല്ല ഇമ്പാക്റ്റുള്ള പടം. കലക്കി പടം വേറെ ലെവൽ പടം. എല്ലാവരും മറ്റേ ഒരു നമുക്കൊരു ഫീൽ കൂട്ട് ആദ്യം അവസാനം വരെ നമ്മളൊരു പഴയ ഒരു നൊസ്റ്റാൾജിയ തോന്നുന്ന അതുപോലൊരു പടം കേട്ടോ. അടിപൊളി പടം. ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസ്ഡാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. 3 പേരും മത്സരിച്ച് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണ്. ജോർജ് ജോർജ്, അലൻസീർ, സുരാജ്. അസാധ്യ സിനിമ എന്ന് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫീൽ ഗുഡ് മൂവിയാണ്. അത് വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷേ ലൈഫ് ഭയങ്കരമായിട്ട് പടത്തിൽ ഓൾറെഡി ഉണ്ട്. എൻഡിങ് വരെ പടത്തിൽ പിടിച്ചിരുത്താണ്ട് പറ്റുന്നുണ്ട്. നല്ലൊരു എലമെൻറ്റ്സ് ഒരുപാടുണ്ട്. ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കണക്റ്റഡാണ്. ഒരു ഫാമിലിയിലെ 3 ചേട്ടനനിയന്മാർ, അവരുടെ ലൈഫ് അവർ ഒരു കുറേ നാൾക്ക് ശേഷം വരുന്നു. അപ്പോൾ ആ വീട്ടിൽ തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് സോ തിയേറ്ററും വാച്ചബിൾ മൂവി തന്നെയാണ്, എസ്പെഷ്യലി ഫാമിലി. നല്ല പടമാണ്, നല്ല ഫാമിലി ഇമോഷണൽ പടമാണ്. വളരെ രസമുണ്ട്. 3 പേരുടെ ഒരാളായിട്ടല്ല, 3 പേരും നല്ല ആക്ടേഴ്സാണല്ലോ മലയാളത്തിൻ്റെ. വളരെ രസമായിട്ടുള്ളൊരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. നമ്മുടെ ഒരു ഫാമിലി ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന വിദേശത്ത് പോകുന്ന ബ്രദേഴ്സിൻ്റെയൊക്കെ ഉള്ള ഫാമിലി നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത്. താങ്ക് യു. നല്ല ഉഗ്രൻ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങളൊന്നുമില്ല സിനിമയിൽ. എല്ലാ ചെറിയ ക്യാരക്ടേഴ്സായാലും വലിയ ക്യാരക്ടേഴ്സായാലും ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയാനില്ല, എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഡയറക്ടർ വളരെ
എക്സലൻ്റ് ആണ്, എക്സലൻ്റ് ഡെബ്യൂ ആണ്. ഈ ക്ലാസ് ഇദ്ദേഹം സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കാലത്ത് മലയാള സിനിമയിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡയറക്ടറാണ് അദ്ദേഹം ഇതേ ക്ലാസ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഇതിൻ്റെ മ്യൂസിക്കാണ്, എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ബൈ ഫാർ രാഹുൽ രാജ് ഇസ് ദ ബെസ്റ്റ് കമ്പോസർ വി ഹാവ് ഹിയർ. ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അദ്ദേഹത്തിന് ചെറിയ ഷട്ടിൽ ഇമോഷൻസിനെ സ്കോർ കൊണ്ട് എലിവേറ്റ് ചെയ്യാൻ അറിയാം. ഒരു ഇൻ്റർനാഷണൽ ക്ലാസ് അദ്ദേഹത്തിനുണ്ട്. സോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി ആൻഡ് ബൈ ഫാർ ഹീസ് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി, മലയാളം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ സ്പേസും പെർഫോം ചെയ്യാനുള്ള എല്ലാം സ്മോൾ ഓർ ബിഗ്. നായകന് സൂര്യചേട്ടൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അല്പം ചിരിച്ച് അല്പം നൊമ്പരപ്പെട്ട് നല്ല ഹാപ്പി ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഫാമിലി മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്. ആ ക്ലൈമാക്സ് സീനാകുമ്പോൾ കുറച്ച് വിഷമിച്ച്, ആദ്യമൊക്കെ കുറച്ച് ഹാപ്പി ആകുമ്പോൾ പിന്നെ ക്ലൈമാക്സിൽ എന്തായാലും വിഷമിക്കുമല്ലോ. പിന്നെ ജോബി ജോർജ് ഗംഭീര പെർഫോമൻസാണ്. ആളെ കാണും പോലെയല്ല, നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമയും നന്നായിട്ടുണ്ട്. നല്ല പടമാണ്, ഫാമിലി കാണാൻ പറ്റിയ മൂവിയാണ്.